നമസ്കാരം. ഗാസയിലെ പട്ടിണിയെ ആയുധമാക്കി എങ്ങനെയും ഗാസയെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിലാക്കാമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നെതന്യാഹു വേണ്ട വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളായ ക്രിസ് വാൻ ഹോളിന്റെയും ഒറിഗോണിലെ ജസ് മെർക്കലിന്റെയും റിപ്പോർട്ടുകൾ. നെതന്യാഹു സർക്കാർ ഗാസയിലെ എല്ലാ ജനങ്ങളുടെയും മേൽ ശിക്ഷ ചുമത്തുന്നു എന്നാണ് ഇരുവരുടെയും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സെനറ്റ് കമ്മിറ്റി അംഗങ്ങളായ മേരിലാൻഡിന്റെയും ക്രിസ് വാൻ ഹോളിന്റെയും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ നാശം ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും അപ്പുറമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി നെതന്യാഹു സർക്കാർ നടപ്പിലാക്കുകയാണ്. അമേരിക്ക ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ സാഹചര്യം ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസ മുൻപ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇസ്രയേൽ സൈനിക നീക്കം ആരംഭിച്ചിരുന്നു. ഇതിനായി കൂടുതൽ സൈനികരെ എത്തിക്കുകയും ഗാസയിലെ ജനങ്ങളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. യുദ്ധം ആരംഭിച്ച ശേഷം കൊടും പട്ടിണിയിൽ ഗാസ തുടരുന്നതിനിടെ ഇസ്രായേലിന്റെ ഈ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത്. പട്ടിണി മൂലം ആയിരങ്ങളാണ് ഗാസയിൽ മരിക്കുന്നത്. ഭക്ഷണവുമായി എത്തുന്ന വാഹനങ്ങൾ തടയുകയും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് ഗാസയിലെ എല്ലാ ജനങ്ങളുടെ മേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുന്നത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിൽ സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചും യുദ്ധത്തിനുള്ള ആയുധമായ ഭക്ഷണത്തെ ഉപയോഗിച്ചുമാണ് നെതന്യാഹു സർക്കാർ തങ്ങളുടെ ലക്ഷ്യം നടപ്പിലാക്കുന്നത്. ഗാസയിൽ നിന്നും പലസ്തീനികളെ പുറത്താക്കാനുള്ള ഒരു മനഃപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. സ്വമേധയായുള്ള ഒഴിഞ്ഞുപോക്ക് എന്ന വാക്ക് ക്രൂരമായ തട്ടിപ്പാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നത് സ്വമേധയായുള്ള യാത്രകൾ അല്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിൽ നിന്നും വളരെയധികം മുന്നോട്ടു പോയി. ഗാസയിലെ ജനങ്ങൾക്കെല്ലാം കൂട്ടായ ശിക്ഷ ചുമത്താൻ നെതന്യാഹു സർക്കാർ ശ്രമം നടത്തുന്നുണ്ട്. അവർ ചെയ്യുന്നതും നമ്മൾ കണ്ടതും ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് 2,70,000 പലസ്തീനികൾ താമസിച്ചിരുന്ന തെക്കൻ ഗാസ നഗരമായ റാഫ ഇന്നിപ്പോൾ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്.